നിയമസഭയിലെ പ്രതിപക്ഷത്തിന്റെ 4-ാം ദിന തേഞ്ഞൊട്ടൽ ഇന്നിപ്പോ തുടർച്ചയായി 3 ദിവസം അടിയന്തര പ്രമേയം ചർച്ചയ്ക്കെടുത്ത് ഭിത്തിയിൽ പതിപ്പിച്ച പ്രതിപക്ഷം 4-ാം ദിവസം ഒരു പുതിയ അടവുമായി രംഗത്ത് വന്നു. ഒരു കാരണവശാലും അടിയന്തര പ്രമേയത്തിന് എടുക്കാൻ പറ്റാത്ത സബ്ജക്റ്റ്, അതായത് ശബരിമലയിലെ വിഗ്രഹത്തിന്റെ സ്വർണ്ണ ലോഹവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി പരിഗണിക്കുന്ന വിഷയം. സഭാ ചട്ടപ്രകാരം ഹൈക്കോടതി പരിഗണിച്ചു കൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ, പ്രത്യേകിച്ച് ഈ മാസം 30-ന് കേസ് പരിഗണിക്കാനിരിക്കെ ആ വിഷയം സഭയിൽ അടിയന്തര പ്രമേയമായി അവതരിപ്പിക്കാൻ പാടില്ല, ചർച്ച നടത്താൻ പാടില്ല എന്നുള്ള സഭാ നിയമം നിലനിൽക്കെ അത് ഒരു കാരണവശാലും ചർച്ചയ്ക്കെടുക്കില്ല എന്ന് ഉറപ്പാക്കിക്കൊണ്ടാണ് രാവിലെ മാധ്യമ കിങ്കരന്മാരെ പുറത്ത് അണിനിരത്തിയതിനു ശേഷം സതീശൻ റൂൾ 50-ൽ ഇന്ന് ഈ വിഷയമെടുത്ത് അടിച്ചത്. അവതരിപ്പിച്ച് തുടങ്ങിയപ്പോൾ തന്നെ വളരെ കൃത്യമായിട്ടും ശക്തമായിട്ടും എന്തുകൊണ്ട് പരിഗണിക്കുന്നില്ല എന്നതിനെ സംബന്ധിച്ച് സ്പീക്കർ AN ഷംസീർ വിശദീകരിക്കുന്നുണ്ട്. പക്ഷേ തൃപ്തി പോരാ. ശബരിമല ശ്രീകോവിലിലെ ദ്വാരപാലക ശില്പം പൊതിഞ്ഞ സ്വർണ്ണപ്പാളി അനുമതിയില്ലാതെ കൊണ്ടുപോയതായും സ്വർണ്ണപ്പാളിയുടെ ഭാരം കുറഞ്ഞതായി കണ്ടെത്തിയതായും ശബരിമലയോട് സർക്കാർ അവഗണന കാട്ടുന്നതായും പറയപ്പെടുന്ന സാഹചര്യം ചർച്ച ചെയ്യുന്നതിന് നടപടി നിർത്തിവെക്കുന്ന വിക്ഷേപമാണ് ഇന്ന് നൽകിയത്. ചട്ടം 50 പ്രകാരം ഇന്ന് നോട്ടീസ് ലഭിച്ച ഇത് സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ സജീവ പരിഗണനയിരിക്കുന്ന ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ കേരള നിയമസഭയുടെ നടപടിക്രമവും കൃത്യനിർവഹണവും സംബന്ധിച്ച ചട്ടങ്ങളിലെ 52 ക്ലോസ് 7 പ്രകാരം നോട്ടീസ് സ്വീകാര്യയോഗമല്ലെന്ന് അറിയിക്കുന്നു. ഓർഡർ യെസ് അദ്ദേഹം സംസാരിക്കട്ടെ, അദ്ദേഹം പറയട്ടെ എന്താണ്. യെസ് പ്ലീസ് അവിടെ ഇരിക്കാൻ പറ. LOP പറയട്ടെ. LOP പറയട്ടെ. ലീഡർ ഓഫ് ഒപ്പോസിഷൻ ആണ് സംസാരിക്കാൻ പറ്റൂ. ലീഡർ ഓഫ് ഒപ്പോസിഷൻ നിങ്ങളല്ല, അദ്ദേഹമാണ്. പറയട്ടെ. യെസ് സർ, ഇവിടെ നിരവധി പ്രീസിഡൻസ് ഇതുപോലെ സബ്ജുഡീസ് ആണ് എന്ന് പറയുന്ന കാര്യങ്ങൾ പോലും ഇവിടെ ചർച്ചയ്ക്ക് എടുത്തിട്ടുണ്ട്. പല സർക്കാരിന്റെ സമയത്ത് ഇവിടെ എടുത്തിട്ടുണ്ട്. ഇഷ്ടംപോലെ പ്രീസിഡൻസ് ഇവിടെയുണ്ട്. ഇത് വളരെ ഗൗരവതരമായൊരു വിഷയമാണ്. ഹൈക്കോടതി വളരെ കൃത്യമായി ഇതിനെക്കുറിച്ച് അവരുടെ അഭിപ്രായം പറയുകയും അവർ അന്വേഷണം ഉത്തരവിടുകയും ചെയ്ത കേസാണ്. അവിടെ ഒരു ക്ലോഷർ ഉണ്ടായിട്ടുണ്ട്. അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്ന കേസാണ്. ഗൗരവതരമായി ശബരിമല പോലുള്ള സാർ, ഞാനൊന്ന് പറഞ്ഞു കൊടുക്കട്ടെ സാർ. പറഞ്ഞ ഞാൻ എങ്ങനെ പറയണ എന്റെ ഒരു സെന്റൻസ് പോലും പൂർത്തിയാക്കാൻ സമ്മതിക്കില്ല. ഇതൊക്കെ റൈറ്റ് ആണ്. സ്പീക്കർ ഇത് നിഷേധിച്ചാൽ ലീഡർ ഓഫ് ഒപ്പോസിഷന്റെ റൈറ്റ് ആണ്. എന്റെ ഒരു സെന്റൻസ് പോലും പറയുന്നതിനും എല്ലാ വാക്കിനും എസ് പറഞ്ഞ ഞാൻ എങ്ങനെ പറയും? അപ്പൊ ഇത് വളരെ ഗൗരവത്തോടു കൂടിയുള്ള ഒരു വിഷയമാണ്. ശബരിമലയിൽ നിന്നും 4 കിലോ സ്വർണം ഹൈക്കോടതി അറിയാതെ, ഉദ്യോഗസ്ഥർ അറിയാതെ അടിച്ചു മാറ്റിയൊരു വിഷയമാണ്. ശബരിമല ഭക്തരെ മുഴുവൻ ഞാൻ പറഞ്ഞല്ലോ, ഈ വിഷയം വളരെ ക്ലിയർ കട്ടായി പറഞ്ഞു. ഇത് ഫ്ലോറിനകത്ത് സബ്ജുഡീസ് ആണ്. 52 ക്ലോസ് 7 പ്രകാരം പറ്റുന്നതല്ല. ഞാൻ പറഞ്ഞല്ലോ, അതിനകത്ത് നിങ്ങൾ പ്രീസിഡൻസ് പറഞ്ഞിട്ടുണ്ടാവും. ഹൂ വിൽ ബെൽ ദ കാറ്റ് എന്ന് പറഞ്ഞ പോലെ സമ്മൺ ഹാസ് ടു ബെൽ ദ കാറ്റ്. ഇവിടെ ഈ ചെയർ ബെൽ കാറ്റിന് പൂച്ചക്ക് മണി കെട്ടുകയാണ്. ഇനി പ്രീസിഡന്റ് അനുവദിക്കുന്നല്ല. ഗൗരവതരമായി അയ്യപ്പ ഭക്തരെയും വിശ്വാസികളെയും മുഴുവൻ വിഷമത്തിലാക്കിയ ഗുരുതരമായ പ്രശ്നമാണ്. ഗവൺമെന്റ് അവരെ സംരക്ഷിക്കുകയാണ്, ദേവസ്വം ബോർഡ് അവരെ സംരക്ഷിക്കുകയാണ്. ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ പിന്തുണയോടുകൂടി 4 കിലോ സ്വർണം ശബരിമലയിൽ നിന്ന് അടിച്ചു മാറ്റിയിട്ട് ഈ സഭയിൽ ഇത് അനുവദിക്കില്ല എന്ന് പറയുന്നത് വളരെ തെറ്റായ ഒരു കീഴ്വഴക്കമാണ് സാർ. ഞങ്ങൾ അതിൽ പ്രതിഷേധിച്ച് ഞങ്ങൾ വാക്കൗട്ട് ചെയ്യുന്നു. പാർലമെന്ററി മിനിസ്റ്റർ അങ്ങ് ഇവിടെ ശരിയായി ചൂണ്ടിക്കാണിച്ചതുപോലെ കേട്ടല്ലോ. അതായത് പ്രീസിഡൻസ് ഒക്കെ പറഞ്ഞ് മുൻ സംഭവങ്ങളെയൊക്കെ പറഞ്ഞാണ് ഈ വിഷയത്തെക്കുറിച്ച് സതീശൻ ഒരു കാരണവശാലും പരിഗണിക്കപ്പെടാൻ സാധ്യതയില്ലാത്ത വിഷയം പരിഗണിച്ചേ മതിയാകുള്ളൂ എന്ന് പറഞ്ഞതിന് ശേഷം ഇത് മനഃപൂർവ്വം പരിഗണിക്കാത്തതാണെന്ന് പുറത്ത് അണിനിരത്തി നിർത്തിയിരിക്കുന്ന മാധ്യമ കിങ്കരന്മാരോട് തട്ടിവിടണം. അതിനുവേണ്ടിയുള്ള പരിശ്രമമായിരുന്നു. അതായത് അനുമതി നിഷേധിച്ചതോടെ പ്രതിപക്ഷം വാക്കൗട്ട് നടത്തുക, അതായത് സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുക, 5 മിനിറ്റ് കഴിഞ്ഞ് ചായയും കുടിച്ച് തിരിച്ചു വരിക, അതാണ് വാക്കൗട്ട്. ആ വാക്കൗട്ട് നടത്തുന്ന സന്ദർഭത്തിൽ പാർലമെന്ററി കാര്യ ചുമതലയുള്ള മന്ത്രി MP രാജേഷും പിന്നാലെ നിയമമന്ത്രിയായിട്ടുള്ള P രാജീവും എന്തുകൊണ്ട് ഇത് ചർച്ചയ്ക്ക് എടുത്തില്ല, എന്തുകൊണ്ട് പ്രതിപക്ഷം ഇപ്പോൾ ഈ വിഷയം ഉന്നയിച്ച് ഇറങ്ങിപ്പോയി എന്നതിനെ സംബന്ധിച്ച് ഇവർ രണ്ടുപേരും വിശദീകരിച്ച വാചകത്തിൽ എല്ലാം കൃത്യമായി പറഞ്ഞു വെച്ചു. ചട്ടത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് ഈ കാര്യം ഉന്നയിക്കുന്നത്. കഴിഞ്ഞ 3 ദിവസമായി
അടിയന്തര പ്രമേയം ചർച്ചയ്ക്കെടുത്തതിന്റെ ക്ഷീണം തീർക്കാൻ, അതിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഇത്തവണ അനുവദിക്കാനാവില്ല, സബ്ജുഡീസ് ആണ് എന്നറിഞ്ഞ വിഷയം ഉയർത്തിക്കൊണ്ടു വന്നിട്ടുള്ളത്. ഇന്നിരിക്കേണ്ടി വന്നാലോ എന്ന് ഭയന്നിട്ടാണ് സർ. ഇത് വളരെ വ്യക്തമാണ്. കേരള നിയമസഭയുടെ ചട്ടത്തിലുണ്ട്, പാർലമെന്റിന്റെ ചട്ടത്തിലുണ്ട്. കേരളത്തിലെയും ഇന്ത്യയിലെയും നിയമനിർമ്മാണ സഭകൾ പൊതുവിൽ പാലിച്ചു പോരുന്നൊരു കാര്യമാണ് സബ്ജുഡീസായി കോടതിയുടെ പരിഗണനയിലുള്ള വിഷയം ചർച്ച ചെയ്യാതിരിക്കുക എന്നുള്ളത്. സർ, 7 17 തീയതിയിലെ ഉത്തരവിൽ 3 ആഴ്ച കൊണ്ട് റിപ്പോർട്ട് സമർപ്പിക്കാൻ കോടതി ഉത്തരവിട്ടിരിക്കുകയാണ്. കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയമാണ്. എന്നിട്ടും ഇത് കൊണ്ടുവന്നതിന്റെ ഉദ്ദേശം അദ്ദേഹം സ്റ്റേറ്റ് ചെയ്യട്ടെ, മിനിസ്റ്റർ പറഞ്ഞോട്ടെ, നിങ്ങൾ ഇന്ററപ്റ്റ് ചെയ്യേണ്ട കാര്യം മിനിസ്റ്റർ പറയട്ടെ. യെസ്. എന്നിട്ടും കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയം അനുവദിക്കില്ല ചെയർ എന്ന് അറിഞ്ഞിട്ടും കൊണ്ടുവന്നത് ഈ ആഗോള അയ്യപ്പ സംഗമം അട്ടിമറിക്കാൻ നടത്തിയ നീക്കങ്ങളെല്ലാം പരാജയപ്പെട്ടതിന്റെ ക്ഷീണവും കൊതിക്കറിവും മൂലമാണ്. സർ, ഇവരാദ്യം RSSുമായി ചേർന്ന് ആഗോള അയ്യപ്പ സംഗമം തടയും എന്ന് പ്രഖ്യാപിച്ചു. പിന്നീട് അവർ ഹൈക്കോടതിയിൽ പോയി, ഹൈക്കോടതി നടത്താമെന്ന് പറഞ്ഞു. അതിനെതിരെ സുപ്രീം കോടതിയിൽ പോയി, സുപ്രീം കോടതി കയ്യോടെ തന്നെ ഹർജി തള്ളി. എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടപ്പോ സഭയിൽ RSSന് ആളില്ലാത്തതിന്റെ കുറവ് പ്രതിപക്ഷ നേതാവ് തന്നെ ഏറ്റെടുത്തിരിക്കുകയാണ്. അതെ, സാധാരണ നമ്മൾ പറയും അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് എന്ന് പറയും. ഇവിടെ കോടതിയിൽ തോറ്റതിന് ചെയറിനോടും സഭയോടുമാണ് ഇപ്പൊ പരാക്രമം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്, അനുവദിക്കാനാവില്ല എന്നുള്ളത് അത്തരമൊരു ചട്ടങ്ങളിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ കീഴ്വഴക്കം എന്ന് പറഞ്ഞാൽ കീഴ്വഴക്കത്തിന് മുകളിലാണ് ചട്ടം. ഓർഡർ ലോ മിനിസ്റ്റർ. I will go to the police. Uncle, please no. ബഹുമാനായ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതിൽ ഇതുള്ളത് അത് ക്ലോസ് ചെയ്തു എന്നാ പറഞ്ഞത്. ക്ലോസ് ചെയ്തിട്ടില്ല, വീണ്ടും ഡേറ്റ് ഉൾപ്പെടെ വെച്ചിട്ടാണ് കേസ് മാറ്റി വെച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങ് 30-ാം തീയതിക്ക് വീണ്ടും കേസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങ് പറഞ്ഞ പോലെ കോടതിയുടെ പരിഗണന ഇരിക്കുന്ന ഒരു വിഷയം അത് അടിയന്തര പ്രമേയത്തിന്റെ ചർച്ചയാകരുത് എന്നുള്ള ചട്ടം വളരെ പ്രസക്തമാണ്. ബഹുമാനായ പാർലമെന്ററി കാര്യ ഉപമന്ത്രി പറഞ്ഞതുപോലെ ഇന്ന് എങ്ങനെ ശ്രമിച്ചാലും തള്ളാൻ ഇടയുള്ള ഒരു വിഷയം ഇന്നലെ രാത്രി മുഴുവൻ ഇരുന്ന് ഗവേഷണം നടത്തി കണ്ടെത്തിയതാണ്. അല്ലെങ്കിൽ ഇവിടെ വന്നാൽ ഒരു ചർച്ച അനുവദിച്ചാൽ ഇന്നലത്തേക്കാളും മിനിഞ്ഞാന്നത്തേക്കാളും കൂടുതൽ പരിഹാസ്യമായി ഇറങ്ങിപ്പോകേണ്ടി വരുമെന്നുള്ളൊരു ഗതികേട് മാറ്റാൻ വേണ്ടി മാത്രം നടത്തിയ ശ്രമമായി അത് കണ്ടാൽ മതി. കേരളത്തിലെ വിശ്വാസ സമൂഹം കേരളത്തിലെ വിശ്വാസ സമൂഹം കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ ദേവസ്വം വകുപ്പിന്റെയും എല്ലാം സഹായത്തോടുകൂടി ആഗോള അയ്യപ്പ സംഗമം മഹാസംഗമം നടത്താൻ എല്ലാ തയ്യാറെടുപ്പും നടത്തിയിരിക്കുകയാണ്. അപ്പോൾ അതിലിപ്പോൾ എങ്ങനെയെങ്കിലും പങ്കെടുക്കാതെ പോകുമ്പോഴുള്ളൊരു ജാള്യം എങ്ങനെ മറയ്ക്കണം എന്ന ശ്രമം ഈ രൂപത്തിൽ കൊണ്ടുവരുന്നത് അങ്ങേയറ്റം തെറ്റാണ് എന്നാണ് സൂചിപ്പിക്കുന്നത്. ബഹുമാനപ്പെട്ട ദേവസ്വം മന്ത്രി. പോരാത്തതിന് ആ പെട്ടിയിലെ അവസാന ആണിയടിച്ചു ദേവസ്വം മന്ത്രി VN വാസവൻ. സർ, ഈ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമായി പാർലമെന്ററി കാര്യമന്ത്രിയും നിയമമന്ത്രിയും സൂചിപ്പിച്ചു. ആഗോള അയ്യപ്പ സംഗമം ഇന്ന് ഭംഗിയായി ഫലപ്രദമായി നടക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും പൂർത്തീകരിച്ചു കഴിഞ്ഞ് ഇത് സംബന്ധിച്ച് കേരള ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും വന്ന എല്ലാ ഹർജികളും തള്ളി ഇതുമായി മുന്നോട്ട് പോകാനുള്ള അനുമതി തന്നു. വിദേശ പ്രതിനിധികൾ ഉൾപ്പെടെ പങ്കെടുക്കുന്ന രൂപത്തിലേക്കുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായി കഴിഞ്ഞു എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അതിന് മങ്ങലേൽപ്പിക്കാൻ കഴിയുമോ എന്നൊരു പാഴ്ശ്രമമാണ് യഥാർത്ഥത്തിൽ ഈ പ്രമേയത്തിൻ്റെ പിന്നിലുള്ളത്. ഇത് യഥാർത്ഥത്തിൽ കോടതി ഈ വിഷയം പരിഗണിക്കും. 2019 വിഷയമാണ്, ഇപ്പോഴത്തെ വിഷയമല്ല. 2019 ഈ സ്വർണ്ണപ്പാളി കൊണ്ടുപോയി കൊടുത്തതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചൊരു പരിശോധന നടത്താൻ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ദേവസ്വം വിജിലൻസ് ഓഫീസർക്ക് ഉത്തരവ് നൽകി. 30-ാം തീയതി വീണ്ടും ഈ കേസ് അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുക്കാനും പറഞ്ഞിട്ടുണ്ട്. അത്രത്തോളം നടപടികൾ വന്ന ഒരു കേസിൽ ഇതെടുത്തു കഴിഞ്ഞാൽ സബ്ജുഡീസ് ആവുന്ന അങ്ങയുടെ റൂളിംഗ് ഇവിടെ സൂചിപ്പിച്ച പോലെ റൂൾ 52 അനുസരിച്ച് വളരെ ശരിയാണ്. അതിനെ സ്വാഗതിച്ചു. കേട്ടല്ലോ, വസ്തുനിഷ്ഠമായിട്ട് കാര്യങ്ങളെ വിലയിരുത്തുന്നവർക്ക് മനസ്സിലാക്കാം ഏത് വിഷയവും ചർച്ചയ്ക്കെടുക്കാൻ തയ്യാറാണ്. പക്ഷേ നിയമം അനുശാസിക്കാത്തൊരു വിഷയം അത് ചർച്ച ചെയ്തേ മതിയാകുള്ളൂ, ചർച്ചയ്ക്കെടുക്കില്ല. അപ്പോ പുറത്ത് നിൽക്കുന്ന മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് ഒരു ബാനറും പിടിച്ച് നോക്കിയേ, ബാനറും പിടിച്ച് അങ്ങോട്ട് ചെല്ലാം, എനിക്ക് 2 ഡയലോഗ് അടിക്കാം, എന്റെ ലൈവ് ഇപ്പൊ എല്ലാ ചാനലിലും വരും, ഇത്രയും ദിവസം തേഞ്ഞൊട്ടിയതിന്റെ ക്ഷീണം അവിടെ മാറ്റാം. അങ്ങനെയെങ്കിലും ഒന്ന് ആശ്വസിക്കട്ടെ. ചർച്ചയ്ക്കെടുത്ത വിഷയങ്ങളിലെല്ലാം തോറ്റ് തുന്നമ്പാടി മാപ്പും പറഞ്ഞോടിയവർ ഇന്നിപ്പോ മുട്ടാപ്പോക്ക് വിഷയവുമായി വന്നതിന് ശേഷം ഞങ്ങൾ പറഞ്ഞ വിഷയം ഇതാ ചർച്ചയ്ക്കെടുത്തില്ലേ എന്ന രീതിയിൽ വ്യാജ പ്രചരണം നടത്തുന്നതിന് ഒരൊറ്റ ഉദ്ദേശമേ ഉള്ളൂ. സംഘപരിവാറുമായി ചേർന്ന്
ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ സർക്കാർ പിന്തുണയോടെ നടത്തുന്ന അയ്യപ്പ സംഗമം, അതിന് കോലിടാൻ 18 അടവും പറ്റി, ഒന്നും ഫലം കണ്ടില്ല. 20-ാം തീയതി നല്ല അന്തസ്സായിട്ട് ആ പരിപാടി നടക്കാൻ പോവുകയാണ്. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മളെ അങ്ങോട്ട് പോകുന്നില്ല എന്നുള്ള പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. ആ പരിപാടിയുടെ മേന്മ കെടുത്താൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ഞങ്ങൾക്ക് വിളിച്ച് കൂവണ്ടേ? അതിനുവേണ്ടി ഇറക്കിയ തന്ത്രമാണെന്ന് ബോധ്യപ്പെട്ടതോടുകൂടി പുലകുളി അടിയന്തരം നടത്തി ഇറക്കി വിട്ടു എന്ന് പറഞ്ഞാൽ മതി.